Momma's dishwash liquid. Soft on hands. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവരെ പാർപ്പിക്കാനുള്ള കർണാടകയിലെ നലമംഗള സൊണ്ടക്കൊപ്പ ഉൾഗ്രാമത്തിൽ പ്രഥമ ഡിറ്റൻഷൻ സെന്ററിൽ പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത സുഡാൻ സ്വദേശിയെ പാർപ്പിച്ചതോടെ പ്രഥമ ഡിറ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസ വിസ കാലാവധി കഴിഞ്ഞിട്ടും ബംഗളൂരുവിൽ തുടരുന്നതിനിടെ 2019 പൗരത്വം തെളിയിക്കാനാവാതെ അറസ്റ്റിലായ സുഡാനിൽ നിന്നുള്ള ഒമർ അൽ തൊയ്ബ് ഹാജ് അഹമ്മദ് എന്ന 35-കാരനാണ് ഡിറ്റൻഷൻ സെന്ററിലെ ആദ്യ അന്തേവാസി. നേരത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ഹാജ അഹമ്മദിനെ നവംബർ 17-നാണ് തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. വിചാരണ പൂർത്തിയാക്കുന്നതുവരെ ഹാജ് അഹമ്മദിനെ തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ രാജ്യത്തേക്ക് നാടുകടത്തുകയും ചെയ്യും. 12-ലധികം സിറ്റി ആംഡ് റിസർവ് പോലീസ് കോൺസ്റ്റബിൾമാരെ തടങ്കൽ കേന്ദ്രത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർണാടകയിലെ വിവിധ ജില്ലകളിലായി ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ 35 സ്ഥലങ്ങൾ കർണാടക സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. 4 ഭാഗത്തും 10 അടി ഉയരമുള്ള കനത്ത ഭിത്തിയും കമ്പിവേലിക്ക് പുറമെ വൈദ്യുത കമ്പി ചുരുളുകളുമുള്ളതാണ് ഡിറ്റൻഷൻ കേന്ദ്രം. കെട്ടിടത്തിൽ അന്തേവാസികൾക്കായി 6 അറകളാണുള്ളത്. പ്രവേശന കവാടത്തിൽ പാറാവുകാരുടെ മുറിയും ഡിറ്റൻഷൻ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. നേരത്തെ പട്ടികജാതി പട്ടികവർഗ OBC വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിനായി 1992 പണിത കെട്ടിടത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് നലമംഗള സൊണ്ടക്കൊപ്പെ ഉൾഗ്രാമത്തിൽ ഡിറ്റൻഷൻ സെന്ററാക്കി മാറ്റിയത്. BS യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് ഡിറ്റൻഷൻ സെന്ററുകളുടെ നടപടികൾ വേഗത്തിലാക്കിയത്. കർണാടക സാമൂഹികക്ഷേമ വകുപ്പിനാണ് സെന്റർ നടത്തിപ്പ് ചുമതല. ബംഗളൂരു റൂറൽ പോലീസിനാണ് സുരക്ഷാ ഉത്തരവാദിത്തം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.